പച്ചക്കറികളുടെ തൊട്ടാൽ പൊള്ളുന്ന വിലക്കയറ്റത്തെക്കുറിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. അതിലേക്ക് പരിശോധിച്ചാൽ സംസ്ഥാനത്ത് അടുക്കള ബജറ്റ് തന്നെ താളം തെറ്റിക്കുന്ന ഒരു നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറിയുടെ വില ആ നിലയ്ക്ക് കുതിച്ചുയരുകയാണ്. പല ഇനങ്ങൾക്കും രണ്ടാഴ്ചക്കിടെ ഉണ്ടായത് ഇരട്ടിയിലധികം വിലയുടെ വർധനയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി കണക്കാക്കപ്പെടുന്നത്. ഓണക്കാലം അടുത്തിരിക്കുകയാണ്. ഈ വിലക്കയറ്റം ഇത്തരത്തിൽ ഉണ്ടാവുന്നത് ഈ കാലത്താണ് എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തക്കാളി എന്താ വില? തക്കാളി 120 രൂപ വില. 120 രൂപ തക്കാളി. അയ്യോ, തക്കാളിയൊക്കെ അമൂല്യ വസ്തുവായിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. തക്കാളി മാത്രമല്ല, ഇഞ്ചിക്കും പച്ചമുളകിനുമെല്ലാം തീ വില തന്നെയാണ്. അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ വിലയിൽ പൊള്ളി വെന്തു പോവുകയാണ് പച്ചക്കറികൾ. കൂട്ടത്തിൽ താരമൂല്യം കൂടുതൽ തക്കാളിക്ക്. തക്കാളി മാത്രം കച്ചവടം ചെയ്യുന്നവർ നിരവധിയാണിപ്പോൾ മാർക്കറ്റുകളിൽ. അതുമാത്രം മതി, വില ഇപ്പോൾ കിലോയ്ക്ക് 120 രൂപ. കഴിഞ്ഞയാഴ്ച 50-ന് കിട്ടിയ തക്കാളിയുടെ വിലയാണ് റോക്കറ്റ് പോലെ മേലോട്ട് പോയത്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒന്നും കഥ വ്യത്യസ്തമല്ല. ഇരട്ടിയിലധികം തന്നെയാണ് വില വർധന. ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. ഒരു മാസം കൊണ്ട് ഇഞ്ചിയുടെ വില 220 രൂപ ഇഞ്ചിയുടെ വില. തക്കാളിയാണെങ്കിൽ തക്കാളി ഇപ്പോഴും 100 രൂപ 120 രൂപ തക്കാളി വില ഉണ്ട്. പൊടിയുള്ളി 100 രൂപ വില ഉണ്ട്. പിന്നെ മുളകിൻ്റെ വില 100 രൂപ ഉണ്ട്. വരവുകൾ കുറവായതുകൊണ്ടാണ് ഇത്രയും വില കാരണം. പച്ചക്കറി കൈ പൊള്ളിക്കുമെന്നായതോടെ കമ്പോളത്തിലെത്തുന്നവരുടെ എണ്ണവും വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. എത്തിയവരാകട്ടെ കൃത്യമായ കണക്കുകൂട്ടലിലാണ്. സാഹചര്യം അതാണ്. അപ്പോൾ അവിടെ 70 20 അപ്പോൾ 200 അടുക്കളയിലെ കാര്യങ്ങൾ ആകെ അവതാളത്തിലായതിനാലാവണം അല്പം കടന്നു പറഞ്ഞു കളഞ്ഞു പൂജപ്പുരയിലെ ആ വീട്ടമ്മ. ഒരാളുടെ ജോലിയിൽ ജീവിക്കുന്നവരാണ്. പെൻഷൻ അങ്ങനെ ഇല്ല, PF പെൻഷനാണുള്ളത്. അപ്പോഴും നമ്മളെങ്ങനെ ജീവിക്കും? അപ്പോൾ ഇനി കിറ്റൊക്കെ കൊടുക്കുമ്പോൾ ഒരു പാക്കറ്റ് വിഷവും കൂടെ അത് ഇട്ട് തന്നാൽ നമ്മളെ പോലെയുള്ളവർക്ക് അതുകൂടെ അങ്ങ് കഴിക്കാം, അല്ലാതെ ഒരു രക്ഷയില്ല. എന്നാൽ പച്ചക്കറിക്കാകെ വില കൂടിയെന്ന പ്രചാരണം തെറ്റാണെന്നാണ് നിരത്തിലിരുന്ന് പച്ചക്കറി വിൽക്കുന്ന ചന്ദ്രിക ചേച്ചിയുടെ വാദം. പച്ചക്കറി ചന്തയിൽ ആളുവരാതായതോടെ സാധാരണ കച്ചവടക്കാരുടെ കഞ്ഞികുടി മുട്ടുന്നുവെന്നാണ് പരാതി. നമ്മളൊരു കിലോയിൽ 3 രൂപ 4 രൂപ ലാഭം എടുക്കുന്നുള്ളൂ. അവർ പക്ഷെ ചെറിയ വലയിട്ടാണ് വലിയ മീനുകൾ പിടിക്കുന്നത്. നമ്മളതൊന്നുമില്ല. ഞാനിത് 17 വർഷം കൊണ്ട് ഇവിടുന്ന് വിളിക്കുന്നതാണ്. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. 25 കിലോ തക്കാളിക്ക് 2800 രൂപ നിരക്കിലാണ് ഇപ്പോൾ കമ്പോളത്തിലെത്തുന്നത്. മൈസൂരിൽ നിന്ന് 1800 രൂപയ്ക്ക് ലഭിച്ചാലും കമ്പോളത്തിലെത്തുമ്പോൾ 2800 ആകും. കൊള്ള ലാഭം കൊയ്യുന്നത് മുതലാളിമാരും ഇടനിലക്കാരും. കർഷകർക്കോ ചില്ലറ വിൽപ്പനക്കാർക്കോ യാതൊരു നേട്ടവുമില്ല. കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും എപ്പോൾ വില കുറയുമെന്നാണ് സാധാരണക്കാരന് അറിയേണ്ടത്. താളം തെറ്റിയ കുടുംബ ബജറ്റ് നേരെ നിർത്താനുള്ള തത്രപ്പാടിലാണവർ. വില ചോദിച്ചും പറഞ്ഞും കണക്ക് കൂട്ടിയും കിഴിച്ചും മാത്രമേ ഇന്ന് പച്ചക്കറി വാങ്ങാൻ നിവൃത്തിയുള്ളൂ. എന്നാൽ എല്ലാ പച്ചക്കറി ഇനങ്ങൾക്കും വില കൂടിയിട്ടില്ലെന്നും അത്തരം പ്രചരണങ്ങൾ തങ്ങൾക്ക് വയറ്റത്തടിയാവുകയാണെന്നുമാണ് സാധാരണ പച്ചക്കറി കച്ചവടക്കാരുടെ മറുവാദം. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്നും ക്യാമറ പേഴ്സൺ രഞ്ജിത്ത് മോഹനൊപ്പം കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്.